ഫിഷ് ഫ്രൈ മാരിനേഷൻ. മീൻ ക്ലീനാക്കി ഇങ്ങനെ വരഞ്ഞ് വെക്കുക. മാരിനേഷന് ആവശ്യമായത് ഫിഷ് ഫ്രൈക്ക് 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്തു. ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി, ഒരു 2 ഡ്രോപ്പ് വിനാഗിരി, 2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. അത് കൂടുതലായാൽ വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും, അസിഡിറ്റിയൊക്കെ ഉള്ളവർക്ക് പ്രശ്നമാകും. ഈ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുകയും ചെയ്യാവുള്ളൂ, ഒത്തിരി ലൂസായിട്ട് പോകരുത്. ഇതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ വെള്ളം ആകാൻ പാടില്ല. അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മീൻ നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ഈ മിച്ചമുള്ള അരപ്പെല്ലാം കൂടെ ഒന്ന് തൂത്ത് കൂട്ടിയെടുക്കാം. മിച്ചം ഉണ്ടായിരുന്ന അരപ്പെല്ലാം കൂടെ തൂത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു മീനിൻ്റെ, അതിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അല്ല അരമണിക്കൂറൊക്കെ മാരിനേഷൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനുള്ള തവ അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് തവ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. കേരളത്തിലെല്ലാവരും തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. കേരളം വിട്ട് കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ആണ്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. എണ്ണ അത്യാവശ്യം ചൂടായിട്ട് നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു കുറച്ച് ഒരു തണ്ട് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ച് വിട്ട് വേവിച്ചെടുക്കാം. മീൻ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു വശം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഫിഷ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. ആർക്കാണെങ്കിലും ടീനേജേഴ്സിനാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ.